പഠിക്കാനും സംഘടിക്കാനും മാത്രമല്ല, സാധാരണക്കാരന്റെ ആരാധനയ്ക്കുള്ള അവകാശത്തിനു വേണ്ടി ഗുരു നടത്തിയത് വലിയ പോരാട്ടമായിരുന്നു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയായിരുന്നു അതിലാദ്യം. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ 79 ക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി. ശിവരാത്രിക്ക് ഈ നെയ്യാറിലെ ശങ്കരൻ കയത്തിൽ മുങ്ങിയ ഗുരു ഒരു കല്ലുമായി തിരികെ കയറി. ആ കല്ല് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. ഗുരുദേവന്റെ ആദ്യ പ്രതിഷ്ഠ. അന്നോളം കേരളം കണ്ട ഏറ്റവും ധീരവും വിപ്ലവകരവുമായ സാമൂഹ്യ മുന്നേറ്റമായി അത് പിന്നീട് വാഴ്ത്തപ്പെട്ടു. നീച ജാതിബോധത്തിന്റെയും സവർണ മേധാവിത്വത്തിന്റെയും അടിത്തറ തകർത്ത ശിലയായിരുന്നു അരുവിപ്പുറത്ത് ഗുരു സ്ഥാപിച്ചത്. ജാതിക്കോമരങ്ങൾ ഗുരുദേവനെതിരെ ഉറഞ്ഞുതുള്ളി. നിങ്ങളുടെ ശിവനെയല്ല, നമ്മുടെ ശിവനെയാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചതെന്നായിരുന്നു ഗുരുവിന്റെ മറുപടി. അന്ന് ഒരു വിഗ്രഹ പ്രതിഷ്ഠയിലൂടെ ഗുരു മാനവരാശിയെ ശരിക്കും ഉണർത്തിയെടുക്കുവാനായിട്ട്, കാരണം അറിവിന്റെ തലത്തിലാണ് വിപ്ലവം ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗുരു ഇവിടെ എഴുതി വെച്ച ഒരു മഹിതമായ ശ്ലോകമാണ്: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന്. ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന മനുഷ്യരിൽ അരുവിപ്പുറം പ്രതിഷ്ഠ ആത്മാഭിമാന ബോധമുയർത്തി, അവരുടെ ആത്മവിശ്വാസം കൂട്ടി. പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഗുരുവിനെ കാണാനെത്തി. ആരാധനാ സ്വാതന്ത്ര്യത്തിനും പ്രതിഷ്ഠ നടത്താനുള്ള അവകാശത്തിനുമായി ഗുരു അവർക്കൊപ്പം നിന്നു. ശിവഗിരിയിൽ അറിവിന്റെ ദേവതയായ ശാരദാ പ്രതിഷ്ഠ, കാരമുക്കിൽ ദീപപ്രതിഷ്ഠ, മുരുക്കുംപുഴയിൽ ശിലാഫലകത്തിൽ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നെഴുതിയായിരുന്നു പ്രതിഷ്ഠ. കളവങ്കോടും ഉല്ലലയിലും കണ്ണാടി പ്രതിഷ്ഠയായിരുന്നു. അങ്ങനെ ആരാധനയ്ക്കും വിശ്വാസത്തിനും നാരായണ ഗുരു പുതിയ അർത്ഥതലങ്ങൾ നൽകി. പ്രതിഷ്ഠ നടത്താനുള്ള അവകാശം കീഴ്ജാതിക്കാരനുമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അരുവിപ്പുറം. ഗുരുദേവ ജയന്തിയും ശിവരാത്രിയുമാണ് പ്രധാന ആഘോഷങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം.